ഹായ് ഒരുവൺ, ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കസ്റ്റമർ അവതാർ. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈവൻ പ്രോഡക്റ്റ് തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ കസ്റ്റമർ അവതാർ നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കണം. മീൻസ് ആ ഒരു കസ്റ്റമർ അവതാർ ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ മാർക്കറ്റിങ്ങും ഈവൻ നമ്മളുടെ പ്രോഡക്റ്റ് പോലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു കസ്റ്റമർ അവതാർ നമുക്ക് ബിൽഡ് ചെയ്യാം? ഇപ്പോൾ കസ്റ്റമർ അവതാറിൻ്റെ ഒരു എക്സാക്റ്റ് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാക്ട്ലി നമ്മളുടെ കസ്റ്റമേഴ്സ് ആര്, നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുന്ന ആ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആര് എന്നുള്ളതാണ് എക്സാക്റ്റ് ആയിട്ടൊരു കസ്റ്റമർ അവതാറിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ കസ്റ്റമർ അവതാറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ മിക്കവരും ഇതൊരു എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള ഡെമോഗ്രാഫിക്കാണ് ഒരു കസ്റ്റമർ അവതാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമ്മളിപ്പോൾ ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അപ്പോൾ ഇന്ന ഏജ് ടു ഇന്ന ഏജ് കാറ്റഗറിയുള്ള ഇന്ന ജെൻഡർ ആയിട്ടുള്ള ആളുള്ള ഇത്ര ഈ ഒരു ലൊക്കേഷനുള്ള ആളുകൾ. അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് ഡെമോഗ്രാഫിക് എന്ന് പറയും. അപ്പോൾ ബേസിക് ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഒരു ഏജ്, ജെൻഡർ, ലൊക്കേഷൻ, ഓക്കുപ്പേഷൻ, ഇൻകം, ഇതൊക്കെ ഒരു ബേസിക് ഡെമോഗ്രാഫിക്കാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഗ്രൂപ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ബേസിക് ഡെമോഗ്രാഫിക്കാണ്. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ കസ്റ്റമർ അവതാറിലോട്ട് പോകുമ്പോൾ ഈ ബേസിക് ഡെമോഗ്രാഫിക്കിൽ നിന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവണം. നമ്മളെ കസ്റ്റമർ ആരാണ് എന്നുള്ള ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നാലേ ആക്ച്വലി നമ്മൾ അവരുടെ അടുത്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ, പ്രോപ്പറായിട്ടുള്ള ആംഗിൾസിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സിന് എന്തെങ്കിലും ഒക്കെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും നമുക്ക് ഒരു ഫീഡ്ബാക്ക് തരിക. അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു കസ്റ്റമർ അവതാർ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു നല്ലൊരു റിസൾട്ട്സ്, നല്ല രീതിയിലുള്ള ഒരു ഫാസ്റ്റായിട്ട് റിസൾട്ട്സ് നമ്മുടെ ബ്രാൻഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ബേസിക് ഡെമോഗ്രാഫിക്സ് അല്ലാതെ തന്നെ നമുക്കൊരു ഡീപ്പായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു കോസ്മെറ്റിക് ബ്രാൻഡിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോസ്മെറ്റിക് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെമോഗ്രാഫിക് വരുമ്പോൾ ആ ബ്രാൻഡ് ഒരു ടാർഗറ്റ് ചെയ്യുന്നത് വുമൺ കാറ്റഗറി ആയിട്ടുള്ള ഒരു 18 to 40 റേഞ്ചുള്ള, അല്ലെങ്കിൽ 18 to 50 ഏജ് റേഞ്ചുള്ള മെട്രോ സിറ്റീസിൽ താമസിക്കുന്ന ഒരു ഹൈ ഇൻകം പൊട്ടൻഷ്യലുള്ള വുമൻസ്. അപ്പോൾ അതാണ് അവരുടെ ഒരു ബേസിക് ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു നെക്സ്റ്റ് ലെവൽ, അല്ലെങ്കിൽ അടുത്ത ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് പോകുമ്പോൾ അതിനെ നെക്സ്റ്റ് ഒരു സൈക്കോഗ്രാഫിക്സ് മോഡലിൽ, മീൻസ് സൈക്കോഗ്രാഫിക്സ് ലെവലിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇപ്പോൾ സൈക്കോഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ അവരുടെ വാല്യൂസ്, പിന്നെ ബിഹേവിയർ. ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ മീൻസ് ആ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ്, ഈ ഡെമോഗ്രാഫിക്കിലുള്ള ഓഡിയൻസിൽ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ, ചില ആളുകൾ ഇപ്പോൾ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലായിട്ട് ജീവിക്കുന്നവരുണ്ട്, ചില ആളുകൾ ഓർഗാനിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറി നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. മേ ബി ഈ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് ഒരു ഓർഗാനിക് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്, മീൻസ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ആളുകളുടെ അടുത്ത് ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഈ ഒരു സൈക്കോഗ്രാഫിക്സ് മെത്തേഡിലും, ഇപ്പോൾ ഡെമോഗ്രാഫിക്സിൽ നിന്ന് അതിനെ ഫിൽട്ടർ ചെയ്ത് ഒരു സൈക്കോഗ്രാഫിക് മെത്തേഡിൽ നമുക്കത് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓഡിയൻസിൻ്റെ അടുത്ത് എത്താൻ പറ്റും. പിന്നെ ആ സൈക്കോഗ്രാഫിക്സ് തന്നെ ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈലിൽ, പിന്നെ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് അവരുടെ ഹെൽത്തിനൊക്കെ ഒരു വാല്യൂസ് കൊടുക്കുന്നുണ്ടായിരിക്കും. മേ ബി ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വാല്യൂസ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് കുറച്ചുകൂടെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തുള്ളത് അവരുടെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇവർ ഈ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്, ഇപ്പോൾ ഒരു ഓർഗാനിക് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് സെർച്ച് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ബ്ലോഗ് കാറ്റഗറിയിൽ മീൻസ് വ്യൂ ചെയ്യുന്ന ഒരാളായിരിക്കാം. പിന്നെ ഇതേ കൈൻഡ് ഓഫ് ബ്രാൻഡ്സിൻ്റെ അടുത്ത് എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇതാണ് ഒരു കൈൻഡ് ഓഫ് ഒരു സൈക്കോഗ്രാഫിക് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫിൽറ്ററിംഗ് ആണ് പെയിൻ പോയിന്റ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെമോഗ്രാഫിക്സിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്ക് സൈക്കോഗ്രാഫിക്സ് എത്തി. സൈക്കോഗ്രാഫിക്സിൽ നിന്ന് നമ്മൾ അടുത്ത് ഫിൽട്ടർ ചെയ്ത് പെയിൻ പോയിന്റ്സിലോട്ട് എത്തുകയാണ്. അപ്പോൾ പെയിൻ പോയിന്റ്സിൽ വരുമ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കസ്റ്റമേഴ്സ് ഫീൽ ചെയ്യുന്ന പെയിൻ പോയിന്റ്സ് എന്താണ്? ഇപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു സ്കിൻ ടൈപ്പ്, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ആ കോസ്മെറ്റിക് ബ്രാൻഡിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കിൻ ടൈപ്പ്. അപ്പോൾ സ്കിൻ ടൈപ്പ് ചിലപ്പോൾ ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, അങ്ങനെയൊക്കെയുള്ള ആങ് ടൈപ്പ് ഓഫ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അപ്പോൾ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ പിന്നെ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ് ഒരു കെമിക്കൽ പ്രോഡക്ട്സ് ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊരു നാച്ചുറൽ സൊല്യൂഷനിലോട്ട് അവർ നോക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പെയിൻ പോയിന്റ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് ആക്ച്വലി അടുത്ത ഒരു ഫിൽറ്ററിങ്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കിങ്ങനെ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മളുടെ കസ്റ്റമർ അവതാർ അത് ചെറുതായി വരെയാണ്. മീൻസ് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വലിയൊരു ഡെമോഗ്രാഫിക്കിൽ നിന്ന് അതിനെ ഇങ്ങനെ ഫിൽട്ടർ ഔട്ട് ആയിട്ട് നമുക്ക് ഈ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള കോർ ഓഡിയൻസിലോട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും. ഇനി അടുത്തൊരു ഫിൽട്രേഷൻ ഗോൾസ് ആണ്. ഇപ്പോൾ ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ലൈഫ് ഗോൾസ്,
ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കസ്റ്റമർ അവതാറിൻ്റെ ലൈഫ് ഗോൾസ് എന്ന് പറയുന്നത് മേ ബി ഒരു ഹെൽത്തി ആൻഡ് ഗ്ലോ സ്കിൻ ആയിരിക്കും. ഇപ്പോൾ അവർക്ക് കുറച്ച് ഏജൊക്കെ ആയാലും അവരുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ടും നിൽക്കണം, അതും ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു ലൈഫ് ഗോൾസ് ആയിരിക്കും. അതൊരു ഞാൻ ഇത് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് ഗോൾസ് എന്താണ്, നമ്മളെ കസ്റ്റമർ അവതാറിൻ്റെ ലൈഫ് ഗോൾസുകൾ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റണം. ഇനി അടുത്തൊരു ഫിൽട്ടർ വരുമ്പോൾ നമുക്ക് അവരുടെ ബൈയിങ് ബിഹേവിയർ. ഇപ്പോൾ ബൈയിങ് ബിഹേവിയർ ഒക്കെ നമുക്ക് ലാസ്റ്റ് ആയിട്ടാണ്, മീൻസ് ഇവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ലാസ്റ്റാണ് ഒരു ബൈയിങ് ബിഹേവിയർ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ബൈയിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇവർ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ്, ഈ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് വാങ്ങുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കോസ്മെറ്റിക് ആണെങ്കിൽ ഇവർ ഓഫ്ലൈനിൽ നിന്നാണോ ഓൺലൈനിൽ നിന്നാണോ വാങ്ങുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഇവരുടെ പർച്ചേസിങ് ബിഹേവിയർ എന്താണ്, മീൻസ് ഒരു അവിടെ ഈ സൈറ്റിൽ വന്നിട്ടുള്ള ബിഹേവിയർ എങ്ങനെയാണ്. ഇപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഒരു പ്രോഡക്റ്റ് ഇപ്പം ഈ മാർക്കറ്റ് പ്ലേസിൽ നിന്നൊക്കെ വന്ന് വാങ്ങുകയാണോ, അല്ലെങ്കിൽ മീൻസ് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ അടുത്ത് നിന്നാണോ വാങ്ങുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വാങ്ങുന്നത്, മീൻസ് ഒരു പേഴ്സണലൈസ്ഡ് ചാറ്റ് വഴിയാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വെബ്സൈറ്റ് വഴി ആഡ് ടു കാർട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്താണോ വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബൈയിങ് ബിഹേവിയേഴ്സും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. ആക്ച്വലി ഇതൊരു ലോങ് ഡാറ്റ ആയിട്ട് തന്നെ നമുക്കൊരു കസ്റ്റമേഴ്സിനെ നമുക്കിങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ആക്ച്വലി നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മളിങ്ങനെ നമ്മളുടെ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്താണ് ഇത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിനായിട്ടൊരു കാര്യം, ഇപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് AI ടൂൾസ്, ChatGPT പോലുള്ള AI ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ബ്രാൻഡിൻ്റെ ഒക്കെ ഒരു ലിങ്ക്സ് കൊടുത്തിട്ട് അവരുടെ കസ്റ്റമർ അവതാർ നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ അത് ചെയ്തു തരും. പക്ഷേ നമ്മളും തന്നെ കുറച്ചുകൂടെ മാനുവൽ വർക്ക് നമുക്ക് ഇതിനകത്ത് ഒരുപാട് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റീറ്റർ ബ്രാൻഡൊക്കെ മാർക്കറ്റിലുണ്ടെങ്കിൽ ആക്ച്വലി അവരുടെ എക്സാക്ട് റിവ്യൂസിലോട്ടൊക്കെ നമുക്ക് പോയിട്ട് അവരുടെ ആ റിവ്യൂസിനകത്ത് എന്തൊക്കെയാണ് കസ്റ്റമേഴ്സ് പറയുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഈ നമ്മളുടെ കസ്റ്റമർ അവതാറിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ കോറ, റെഡിറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ പോയിട്ട് നമുക്ക് നോക്കാം കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, നമ്മളുടെ ഈ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ഫിൽട്ടർ ആയിട്ട് നമുക്കൊരു വലിയ റിസർച്ചിൽ വേണം നമ്മൾ ഈ ഒരു കസ്റ്റമർ അവതാർ ബിൽഡ് ചെയ്തെടുക്കാൻ. ആക്ച്വലി ഇങ്ങനെ ഒരു കസ്റ്റമർ അവതാർ ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ആംഗിൾസിലാണ് കസ്റ്റമേഴ്സിനെ മാർക്കറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോസ്മെറ്റിക് ബ്രാൻഡ് തന്നെ ആണെങ്കിലും ആക്ച്വലി അവർക്ക് ഇന്ന പെയിൻ പോയിന്റ്സ് കസ്റ്റമേഴ്സിനുണ്ട്, ഇന്ന അവരുടെ സൈക്കോഗ്രാഫിക്സ് ഇതാണ്, അവരുടെ ഗോൾസ് ഇതാണ്, അല്ലെങ്കിൽ അവരുടെ ബൈയിങ് ബിഹേവിയർ ഇതാണ് എന്നുള്ള രീതിയിൽ അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റിംഗ് അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ മാർക്കറ്റിംഗ് ആംഗിൾസ് അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യുമ്പോഴും കസ്റ്റമറിന് എന്താണ് വേണ്ടത്, കസ്റ്റമറിൻ്റെ എക്സാക്റ്റ് എന്താണോ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ബേസ്ഡ് ആയിട്ട് നമുക്ക് അവരുടെ അടുത്ത് ആ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്കത് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ആ ഒരു മോഡിഫിക്കേഷൻ, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിലുള്ള മോഡിഫിക്കേഷൻ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് നല്ലൊരു പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്ത് എത്താൻ പറ്റും. മേ ബി ഒരു ചെറിയൊരു ടൈമിൽ തന്നെ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ കസ്റ്റമർ അവതാർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇത്രയും നല്ലൊരു ലെവലിൽ നമ്മൾ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് നമുക്ക് ടൈം എടുത്ത് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് നമുക്ക് ഏതൊക്കെ ഒരു സോഴ്സസിൽ നിന്ന് നമുക്ക് റിസർച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ റിസർച്ച് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സെയിൽസ്, അൾട്ടിമേറ്റ്ലി നല്ലൊരു സെയിൽസും നല്ലൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും, അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിപ്പീറ്റഡ് പർച്ചേസസും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മളെ ബ്രാൻഡിനെ നല്ലൊരു ഒരു ടോപ്പ് ബ്രാൻഡായിട്ട് തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കസ്റ്റമർ അവതാറിനകത്തുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഞാൻ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.